നാടിനെ നടുക്കിയ ഒരു കാർ ആക്സിഡൻറ്റിൻ്റെ കഥ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും നിറഞ്ഞ് നിൽക്കുന്നുണ്ട്. 2024 ഫെബ്രുവരി 17 ബന്ധുവീട്ടിലേക്ക് അമ്മൂമ്മയ്ക്കൊപ്പം പോയ ഒരു 9 വയസ്സുകാരിയുടെ അബോധാവസ്ഥയിലുള്ള അവസ്ഥ. 9 മാസം മുമ്പ് നടന്നതാണ് ഈ അപകടം. ഈ അപകടത്തിൻ്റെ നാൾവഴികളും അന്വേഷണത്തിൻ്റെ നാൾവഴികളും നമുക്ക് ഒന്ന് ശരിക്ക് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശരിക്കു പറഞ്ഞാൽ ദൃഷാന എന്ന പെൺകുട്ടിയുടെ ജീവിതമാണ്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതമാണ് കണ്ണീർ കയത്തിൽ ആയിപ്പോയത്. പെൺകുട്ടിക്ക് ഒപ്പമുണ്ടായിരുന്ന അമ്മുമ്മ, മുത്തശ്ശി, ബേബി ഈ കാർ ആക്സിഡൻറ്റിൽ തൽക്ഷണം മരിക്കുകയും ചെയ്യുന്നു. രാത്രി 9 മണിക്കായിരുന്നു ഈ അപകടം. വടകര ചോറോഡ് റെയിൽവേ ഗേറ്റിന് സമീപം അമൃതാനന്ദമയി മഠം ബസ് സ്റ്റോപ്പിൽ ബസ് ഇറങ്ങിയാണ് ഈ ബേബിയും ദൃഷാനയും ബന്ധുവീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നത്. റോഡ് ക്രോസ് ചെയ്യാൻ മുറിച്ചു കടക്കാൻ നിൽക്കുമ്പോഴാണ് ഒരു കാർ വന്ന്, ഒരു വെള്ള നിറത്തിലുള്ള കാർ വന്ന് ഇവരെ ഇടിച്ചു തെറിപ്പിക്കുന്നത്. രാത്രി 9 മണിക്കായിരുന്നു ഈ അപകടം നടന്നത്. സുധീറിൻ്റെയും, അതായത് കണ്ണൂർ മേലെ ചൊവ്വ വടക്കൻ കോവിൽ സുധീറിൻ്റെയും സ്മിതയുടെയും മകളാണ് ദൃഷാന. ദൃഷാനയുടെ മുത്തശ്ശിയാണ് ബേബി. ഈ മുത്തശ്ശിക്കൊപ്പം ബന്ധുവീട്ടിലേക്ക് പോയ കുട്ടിയാണ് ഇന്ന് ജീവനോടെ ഉണ്ട്, പക്ഷേ അബോധാവസ്ഥയിലാണ്, കോമ അവസ്ഥയിലാണ്. ഒപ്പമുണ്ടായിരുന്ന മുത്തശ്ശി മരിച്ചു പോവുകയും ചെയ്തു. അപകടം വലിയ കോളിളക്കം സൃഷ്ടിച്ചു. ഇത്രയും വലിയ അപകടമുണ്ടായിട്ടും, ഒരാൾ മരിച്ചിട്ടും ആ വാഹനം ഓടിച്ച ആൾ വാഹനം അവിടെ നിർത്താതെ പാഞ്ഞു പോയിരുന്നു. ആർക്കും വാഹനത്തിൻ്റെ നമ്പർ പോലും കണ്ട് പിടിക്കാൻ കഴിഞ്ഞതുമില്ല. ആകെ പുകിലായി. ഇത് ഏത് വാഹനം? അജ്ഞാത വാഹനം ഇടിച്ച് അമ്മൂമ്മ മരിച്ചു, കുട്ടി അബോധാവസ്ഥയിൽ എന്ന തരത്തിൽ വാർത്തകൾ അന്ന് പ്രചരിച്ചിരുന്നു. ഹൈക്കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും നേരിട്ട് വിഷയത്തിൽ ഇടപെട്ടു. പോലീസ് ഇതെന്താണ് ചെയ്യുന്നത് എന്ന തരത്തിലൊക്കെയായി ചോദ്യങ്ങൾ. പോലീസിനെ വിമർശന മുനയിൽ നിർത്തി. തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം ലഭിക്കുന്നത്. പോരാത്തതിന് റൂറൽ SP ആയി യുവാവായ IPS ഓഫീസർ അവിടെ ചാർജ് എടുക്കുകയും ചെയ്തു, നിതിൻ രാജ്. തിരുവനന്തപുരത്തുള്ള ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലൊക്കെ, നാടോടി സ്ത്രീയുടെ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസിലൊക്കെ എഫിഷ്യൻ്റായിട്ട് അന്വേഷണം കൈകാര്യം ചെയ്ത DCP ആയിരുന്നു തിരുവനന്തപുരത്ത്. അദ്ദേഹത്തെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അവിടെ എത്തുമ്പോൾ ഈ കേസ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അദ്ദേഹം DYSPയെ ചുമതലപ്പെടുത്തുന്നു. ഈ കേസിന് ഒരു സംഘത്തെ രൂപീകരിച്ച് അന്വേഷണ ചുമതല ഏൽപ്പിക്കുന്നു. എന്നിട്ട് അദ്ദേഹം അന്വേഷണത്തിൻ്റെ മേൽനോട്ടം വഹിക്കുന്നു. പോലീസുകാർ ചെയ്തത് എന്താണെന്ന് കൃത്യമായി പരിശോധിക്കാം. ഏകദേശം 1.5 ലക്ഷം ഫോൺ കോളുകൾ, അതായത് 50,000 ഫോൺ കോളുകൾ പോലീസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. 19,000 വാഹനങ്ങൾ. എങ്ങനെ? 2011 മുതൽ 2018 വരെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത കാറുകൾ പരിശോധിച്ചു. കാറുകളുടെ ഉടമകളെ പരിശോധിച്ചു. പ്രത്യേകിച്ച് KL18 ആ നമ്പറിൽ, KL18 രജിസ്റ്റർ ചെയ്യപ്പെട്ട വാഹനങ്ങൾ പരിശോധിച്ചു. എന്നിട്ട് ഈ CCTV ദൃശ്യങ്ങൾ, ഏകദേശം ഈ അപകടം നടന്ന ചേറോട് റെയിൽവേ ഗേറ്റിന് സമീപത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്റർ സറൗണ്ടിങ്ങിലുള്ള, അതായത് ചുറ്റളവിലുള്ള ഭാഗത്തു നിന്ന് ലഭിക്കാവുന്ന അത്രയും CCTV ദൃശ്യങ്ങൾ കളക്ട് ചെയ്തു. എന്നിട്ട് ആകെ ദൃക്സാക്ഷികൾക്ക് അറിയാവുന്ന ഏക ക്ലൂ അമിത വേഗത്തിൽ പാഞ്ഞു വന്ന ഒരു വെള്ള കാർ എന്ന് മാത്രമേ അറിയാവൂ. അപ്പോൾ ഈ കാറുകളൊക്കെ, വെള്ള നിറത്തിലുള്ള കാറുകൾ ഏകദേശം ഒരു 500 വർക്ക്ഷോപ്പുകളിലും പോലീസ് കടന്നുപോയി. 500 വർക്ക്ഷോപ്പുകളിൽ ഏതെങ്കിലും വാഹനം അറ്റകുറ്റപ്പണിക്ക് വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു. അതിനുശേഷമാണ് അന്വേഷിക്കുന്നത് ഇൻഷുറൻസ് ക്ലെയിം. എന്തായാലും വാഹനത്തിന് അപകടം സംഭവിച്ചല്ലോ, അപകടത്തിൽ വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരെങ്കിലും ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഷുറൻസ് ക്ലെയിമിൻ്റെ കാര്യവും നാഷണൽ ഇൻഷുറൻസ് കമ്പനി, അവരിങ്ങനെ തുടങ്ങിയ വാഹന ഇൻഷുറൻസ് കമ്പനികളുമായി അന്വേഷിച്ചു. അങ്ങനെയാണ് ഒരു കാറുകാരൻ, ഒരു മാരുതി സ്വിഫ്റ്റ് കാറുകാരൻ തൻ്റെ കാറ് മതിലിലിടിച്ചു. 2024 മാർച്ചിൽ മതിലിലിടിച്ചു എന്ന് പറഞ്ഞ് 36,000 രൂപ ക്ലെയിം ചെയ്തിരിക്കുന്നു. പിന്നെ പോലീസ് വൈകിയില്ല, അയാളെ തപ്പിയെടുത്തു. അപ്പോൾ കാർ നമ്പർ കിട്ടി. KL18 R1846 1846 എന്ന വാഹന നമ്പരാണെന്ന് നേരത്തെ CCTVയിൽ നിന്ന് കണ്ട ദൃശ്യങ്ങളിൽ നിന്ന് സ്ഥിരീകരിച്ചിരുന്നു. അതേ കാർ തന്നെയാണ്, അതേ കാറിൻ്റെ ഉടമയാണ് ഈ ക്ലെയിം കൈപ്പറ്റിയിരിക്കുന്നത്. 36,000 രൂപ കൈപ്പറ്റിയിരിക്കുന്നു. പിന്നെ ആ കാറിന് രൂപമാറ്റങ്ങളും വരുത്തിയിരിക്കുന്നു. ഇങ്ങനെയായിരുന്നു പോലീസിൻ്റെ അന്വേഷണം. ഞാൻ ആദ്യമേ ഒരിക്കൽ കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. ഏകദേശം 50,000 ഫോൺ കോളുകൾ പരിശോധിച്ചു. 19,000 കാറുകളുടെ വിവരങ്ങൾ ശേഖരിച്ച് പരിശോധിച്ചു. ഏകദേശം 500 വർക്ക്ഷോപ്പുകളിൽ പരിശോധിച്ചു. കോഴിക്കോട്, കാസർഗോഡ്, വയനാട്, അങ്ങനെ കണ്ണൂർ, ഇങ്ങനെ 4 ജില്ലകളിലായി അന്വേഷണം വ്യാപിപ്പിച്ചു. എന്നിട്ട് 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ക്ലെയിം ആരെങ്കിലും കൈപ്പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു. അങ്ങനെയാണ് ഈ കാർ ഉടമസ്ഥനെ കണ്ടെത്തിയത്. അയാളിപ്പോൾ ഈ പെൺകുട്ടിയെ അബോധാവസ്ഥയിലാക്കിയ കാർ അപകടത്തിന് കാരണക്കാരനായ ആ കാർ ഉടമസ്ഥൻ ഇപ്പോൾ UAE-യിലാണ്, ദുബായിലാണ്. അയാളെ നാട്ടിലെത്തിക്കുവാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അതുമാത്രമല്ല, അയാൾക്കെതിരെ കുറ്റകരമല്ലാത്ത നരഹത്യയ്ക്ക് കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അയാളുടെ പേര് ഷജിർ എന്നാണ്. ഷജിറാണ് ഇപ്പോൾ UAE-യിലുള്ളത്. അയാളെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളും പോലീസ് തുടങ്ങിക്കഴിഞ്ഞു.
ശരിക്കും പറഞ്ഞാൽ ദൃഷാനയ്ക്ക് നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാമെങ്കിൽ പോലും ആ പാവം മകളുടെ എന്താണ് അബോധാവസ്ഥയൊക്കെ മാറി. ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആ പെൺകുട്ടി ചികിത്സയിലാണ്. ആ പെൺകുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട് പഴയ മാതൃകയിൽ സ്കൂളിൽ പോകാനൊക്കെ കഴിഞ്ഞ് ഓടിച്ചാടി തുള്ളിച്ചാടി നടക്കുന്ന ദൃഷാനയെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ മാത്രമേ നീതി ഉറപ്പായി മെഡിക്കൽ ശാസ്ത്രവും വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ പ്രതിയെ കണ്ടെത്തിയ പോലീസിന്, കോഴിക്കോട് പോലീസിൻ്റെ പ്രത്യേക അഭിനന്ദനങ്ങൾ.